വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ ഇന്ന് ലോക പരിസ്ഥിതി ദിനാചരണം നടക്കുകയാണ്. അധ്യക്ഷ പ്രസംഗം എന്ന രീതിയിൽ ഒരു നീണ്ട പ്രസംഗം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അത് ഉദ്ഘാടക പ്രസംഗം വളരെ ഭംഗിയായി നിർവഹിക്കും എന്നെനിക്കറിയാം. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട മൂന്നാമത്തെ പരിപാടിയിലാണ് ഞാനിപ്പോൾ പങ്കെടുക്കുന്നത്. നിങ്ങൾ സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഒരു പരിപാടി ഉടനെ ആരംഭിക്കുകയും ചെയ്യും. എന്തായാലും വനം വകുപ്പ് നമ്മുടെ പരിസ്ഥിതിയുടെ ഏറ്റവും വലിയ കാവലറാണ്. ഒരു കാലത്ത് വന നിയമങ്ങൾ കൃത്യമായി വന്നില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ കേരളം വനമില്ലാത്ത ഒരു നാടായി മാറുമായിരുന്നു. ആ വനം നിയമം വന്നതിൻ്റെ ക്രെഡിറ്റ് ആർക്കെങ്കിലും കൊടുക്കണമെങ്കിൽ ലോക പരിസ്ഥിതി പ്രസ്ഥാനത്തിൽ അതിന് നേതൃത്വപരമായി പങ്കെടുത്ത ലോക രാഷ്ട്ര നേതാക്കളിൽ ഒരാളായ നമ്മുടെ മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിക്ക് തന്നെയാണ്. അവരുടെ സാന്നിധ്യവും അവരുടെ അധികാരവുമാണ് പരിസ്ഥിതി സംരക്ഷണത്തെ ഒരു ഗവൺമെന്റിന്റെ, ഒരു ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്തമായി നിജപ്പെടുത്തിയാണ്. അതിൻ്റെ ഗുണഫലങ്ങൾ നമുക്ക് ധാരാളം ഉണ്ടായി. തീർച്ചയായും നമുക്കറിയാം, നമ്മുടെ വനം ഇന്ന് ഏതാണ്ട് 1/3 എത്തിയിരിക്കുന്നു. കേരളത്തിൽ, ഇന്ത്യയിലും മോശമല്ലാത്തൊരു വനവിസ്തൃതി നമുക്കുണ്ട്. പല രാജ്യങ്ങളിലും വനമുണ്ടെങ്കിലും, പ്രത്യേകിച്ച് യൂറോപ്പിൽ, അവിടെ വന്യജീവികളേ ഇല്ല എന്ന് നമുക്കറിയാം. നമുക്ക് വന്യജീവികളുടെ കാര്യത്തിലും സാമാന്യമായ ഒരളവ് വർദ്ധിച്ചിട്ടുണ്ട് എന്നതും യാഥാർത്ഥ്യമാണ്. പക്ഷെ അതൊന്നും തന്നെ നമ്മളെ സമാധാനിപ്പിക്കുന്നില്ല. വനത്തിൻ്റെ വ്യാപനമോ വന്യജീവികളുടെ എണ്ണം കൂടുതലോ അല്ല. അതുമാത്രമല്ല നമ്മളെ നേരിടുന്ന പ്രശ്നം. അതുകൊണ്ട് മാത്രം പരിഹരിക്കാവുന്നതല്ല നമ്മുടെ പ്രശ്നങ്ങൾ. നമ്മുടെ ലോകത്ത് ഇന്ന് പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുന്ന എമിഷൻ, കാർബൺ ഡൈ ഓക്സൈഡും കാർബൺ മോണോക്സൈഡും, അത് ലോക ജനതയ്ക്ക് തന്നെ, മനുഷ്യന് ഒരു ഭീഷണിയായി മാറിയിരിക്കുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇന്ന് ട്രാൻസ്പോർട്ട് വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന മന്ത്രിയാണ്. അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണല്ലോ പറയുന്നത്. ഏറ്റവും കൂടുതൽ പുക വഹിക്കുന്നത് കാറുകളിൽ നിന്നും, ട്രക്കുകളിൽ നിന്നും, ബസ്സുകളിൽ നിന്നും, വാഹനങ്ങളിൽ നിന്നുമാണ്. ആ വാഹനത്തിന്റെ പുക കുറയ്ക്കാതെ ഞാൻ എല്ലാ ദിവസവും ഓരോ ചെടി നട്ടതുകൊണ്ട് വലിയ വിശേഷമില്ല. അതുകൊണ്ട് എന്നിൽ അർപ്പിതമായ ചുമതല എങ്ങനെ എമിഷൻ കുറയ്ക്കാം എന്നുള്ള കാര്യത്തിൽ അത് കൃത്യമായി ചെയ്യാൻ പുതിയ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണ് എന്ന് നിങ്ങളെ അറിയിക്കാനാണ് ഞാനിവിടെ അധ്യക്ഷനായത്. അതിൻ്റെ ഭാഗമായി ഇന്നലെ ഒരു ഡ്രൈവർ എന്നോട് പറഞ്ഞു, ഇത് യൂണിയൻ നേതാവാണ്. അദ്ദേഹം പറഞ്ഞു, സാർ 4 കിലോമീറ്റർ ഉപയോഗിക്കുന്ന 4 കിലോമീറ്റർ മാത്രം മൈലേജുള്ള ബസ് ഒരു ഡ്രൈവർ നന്നായി വണ്ടി ഓടിച്ചാൽ അത് 5 കിലോമീറ്ററായി വരുത്താൻ കഴിയും. അപ്പോൾ 1 ലിറ്റർ ഡീസൽ ഓരോ ദിവസവും നമുക്ക് കുറയ്ക്കാൻ കഴിയും. അങ്ങനെ 10,000 ഡ്രൈവർമാർ ഇന്ന് KSRTCയിൽ മാത്രമുണ്ട്. 10,000 ലിറ്റർ ഡീസൽ കുറയ്ക്കാൻ കഴിയും. അതാണ് എൻ്റെ ചുമതല. നിങ്ങൾ സസ്യങ്ങൾ, വനമൊക്കെ സംരക്ഷിക്കുക, ഞാൻ ഈ പുക കുറയ്ക്കുക എന്നതായിരിക്കും ഏറ്റവും നല്ല കാര്യം. നിങ്ങൾ നടുന്ന വനം കൊണ്ട് ഞങ്ങൾ ഉത്പാദിപ്പിക്കുന്ന പുക മുഴുവൻ നിന്ന് തീർക്കാം എന്ന് ധരിക്കുന്നത് ശരിയല്ല. അതേപോലെ തന്നെ ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ട്, ലോ ഹാങ്ങിങ് ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് പോലെ കൊച്ചു കാര്യങ്ങൾ കൊണ്ട് തന്നെ വലിയ കാര്യങ്ങൾ നേടാൻ കഴിയും. ഇവിടെ ഇരിക്കുന്ന മിക്കവരും വണ്ടി ഓടിക്കുന്നവരാണ്. അപ്പോൾ എൻ്റെ ട്രാൻസ്പോർട്ട് ഡ്രൈവർ മാത്രമല്ല, നമ്മുടെ ഏത് കാർ ഓടിക്കുന്ന ആളും ശ്രദ്ധിച്ചോടിച്ചാൽ നമുക്ക് മൈലേജ് കൂടും എന്നതല്ല, നമ്മുടെ എൻവയോൺമെന്റിന്റെ മൈലേജ് കൂടും. അതുകൊണ്ട് നമുക്ക് 100 രൂപ ലാഭിക്കാനല്ല, മറിച്ച് എമിഷൻ കുറയ്ക്കാൻ നമ്മുടെ ഡ്രൈവിങ്ങിന് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഡ്രൈവിങ്ങിൻ്റെയും ട്രാൻസ്പോർട്ടേഷൻ്റെയും ചുമതല വഹിക്കുന്ന മന്ത്രി എന്ന രീതിയിൽ നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു. എനിക്ക് സെക്രട്ടേറിയറ്റിൽ പരിപാടി ഇതുമായി ബന്ധപ്പെട്ടുള്ളത് കൊണ്ട് അധ്യക്ഷ സ്ഥാനം മറ്റൊരാൾ അലങ്കരിക്കും. എന്നെ പോകാൻ അനുവദിക്കണമെന്ന് കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.